നമസ്കാരം. സുൽത്താൻ ബത്തേരിയിൽ നടന്ന ലക്ഷ്യ ക്യാമ്പ് നൽകിയ ആവേശത്തിലാണ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും. ഇക്കുറി അധികാരം പിടിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം UDFന് മൊത്തത്തിൽ ഊർജ്ജമായിട്ടുണ്ട്. ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കൃത്യമായ പദ്ധതികൾ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് സ്ഥാനാർത്ഥി നിർണയ പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ചാണ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി പ്രചാരണത്തിൽ മുന്നിൽ കയറുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ തന്ത്രം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രഖ്യാപന കാലതാമസം പ്രചാരണത്തെ ബാധിച്ചെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നേരത്തെ രംഗത്തിറങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യമുയർത്തിയ ആകാംക്ഷയിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളാണ് പൊതുവെ നിറഞ്ഞു നിൽക്കുന്നതെങ്കിലും ഞങ്ങൾ ഒന്നിച്ചു നിന്ന് പോരാടുമെന്ന് മാത്രമാണ് മൂവരും ഉത്തരം നൽകിയത്. പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലെത്തി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും. ഒറ്റയ്ക്ക് 70-ൽ കൂടുതൽ സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലാണ് കോൺഗ്രസിന്റെ പദ്ധതികൾ. തദ്ദേശ പോരിൽ എതിരാളികളുടെ കോട്ടകളിൽ നേടിയ വിജയവും ഇടക്കാലത്ത് അകലം പാലിച്ചു നിന്ന തരൂരിനെ ഒപ്പം നിർത്താൻ സാധിച്ചതുമൊക്കെ നേട്ടമായിട്ടാണ് കോൺഗ്രസ് വിലയിരുത്തിയത്. തന്റെ പരിഭവങ്ങൾ യോഗത്തിൽ തരൂർ തുറന്നു പറഞ്ഞു. അവ പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് നേതൃത്വം ഉറപ്പ് നൽകി കഴിഞ്ഞു. ഇതിലൂടെ പ്രചാരണത്തിൽ തരൂരിന്റെ സാന്നിധ്യവും ഉറപ്പിച്ചു കഴിഞ്ഞു. സാമുദായിക വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉറപ്പിക്കാനായി എന്നും വിലയിരുത്തലെത്തി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ പോസിറ്റീവാണെന്നാണ് കോൺഗ്രസ് കണക്കൂട്ടൽ. ഇത് പാർട്ടിക്ക് കൂടുതൽ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ രാഷ്ട്രീയമായും സംഘടനാപരമായും ചെയ്യേണ്ട കാര്യങ്ങൾ ലക്ഷ്യ 2026 മാർഗരേഖയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ബത്തേരിയിലെ ക്യാമ്പിൽ പ്രഖ്യാപിച്ചു. UDF ഘടകകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന ചർച്ചകളും വരും ദിവസങ്ങളിൽ നടക്കും. കക്ഷി നേതാക്കൾ തമ്മിൽ അടുത്തിടെ പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു. സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകളിൽ മറ്റേതെങ്കിലും കക്ഷിക്ക് വിജയസാധ്യതയുണ്ടെങ്കിൽ വെച്ചുമാറാമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നിവയുമായി ചില വെച്ചുമാറലുകൾ കോൺഗ്രസ് നടത്തിയേക്കും. ഈ മാസം 20-നകം സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. LDF, NDA എന്നിവയിൽ നിന്നും ഏതാനും കക്ഷികളെ ഒപ്പം കൂട്ടുന്നത് സംബന്ധിച്ച ചർച്ച അടുത്ത UDF യോഗത്തിലുണ്ടാകും. സീറ്റ് വെച്ചുമാറൽ ചർച്ചകൾ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കുന്നമംഗലം തുടങ്ങിയ സീറ്റുകളെ ചൊല്ലിയുള്ള നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കാൻ സീറ്റ് വെച്ചുമാറൽ എന്ന ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പരാജയപ്പെട്ട സീറ്റുകൾക്ക് പകരം വിജയസാധ്യതയുള്ള മറ്റ് സീറ്റുകൾ നൽകി ലീഗിനെ സമാധാനിപ്പിക്കാനുള്ള നീക്കമാണ്. നേമം പോലുള്ള മണ്ഡലങ്ങളിൽ BJPയുടെ മുന്നേറ്റം തടയാൻ ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണം ആവശ്യമാണെന്നും അതിന് ലീഗിന്റെ സീറ്റ് വർധനവ് തടസ്സമാകുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നടത്തുന്ന ഈ സന്തുലന വിദ്യ ലീഗ് എങ്ങനെ ഉൾക്കൊള്ളുമെന്നതാണ് ഇനി കാണേണ്ടത്. അംഗീകരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതേസമയം ആക്ഷൻ പാക്ട് തന്ത്രങ്ങളുമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും രംഗത്തുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ നടന്ന KPCC നേതൃക്യാമ്പിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 90 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന ശുഭസൂചന നൽകുന്ന സർവേ റിപ്പോർട്ടും ആക്ഷൻ പ്ലാനും കനകോലു അവതരിപ്പിച്ചിരുന്നു. പിണറായി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രചാരണ തന്ത്രങ്ങളടക്കം ആസൂത്രണം ചെയ്തു. സർക്കാരിനെതിരായ പ്രധാന ടാഗ് ലൈനായി കടക്കപ്പുറത്തെന്ന വാചകം പരിഗണനയിലുണ്ട്. 140 മണ്ഡലങ്ങളിലും സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഇൻക്ലൂസീവ് മൈൻഡ്സ് ടീം നടത്തിയ അതീവ രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. UDFന് 85 സീറ്റുകളിൽ നിലവിൽ വ്യക്തമായ വിജയസാധ്യതയുണ്ടെന്നും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇത് 100 കടക്കാമെന്നുമാണ് അദ്ദേഹം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയത്. സർവകലാശാല വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഉപയോഗിച്ച വോട്ടർമാരുടെ പ്രായം, ലിംഗഭേദം, പ്രാദേശിക പ്രശ്നങ്ങൾ എന്നിവ വിശകലനം ചെയ്താണ് ഡാറ്റ അനലിറ്റിക്സ് തയ്യാറാക്കിയത്. തിരുവനന്തപുരത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള വാർ റൂം സ്ഥാപിച്ച് താഴെത്തട്ടിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ നിരീക്ഷിക്കും. യുവാക്കളെയും അരാഷ്ട്രീയവാദികളെയും സ്വാധീനിക്കാൻ പ്രത്യേക സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും സജ്ജമാക്കുന്നുണ്ട്. കനകോലുവിന്റെ റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും.